ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അഫാൻ്റെ പിതാവ് അല്ലേ നാട്ടിലെത്തി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അവിടെ സാമ്പത്തിക ഇടപാടിൻ്റെയൊക്കെ കാര്യമായിട്ട് ഇക്കാമയൊന്നും പുതുക്കാൻ പറ്റാതെ എന്തോ എത്രയോ 6-7 വർഷത്തോളം അവിടെ തന്നെ നാട്ടിൽ വരാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം ഇടപെട്ട് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പം നേരെ ഉമ്മാനെ എന്താ പറയുക, അഫാൻ്റെ ഉമ്മാനെ കാണാനാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ അഫാൻ്റെ ഉമ്മ ചോദിച്ചത് നമ്മുടെ ചെറിയ മോൻ എന്തെടുക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബന്ധു വീട്ടിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഉമ്മ അറിഞ്ഞിട്ടില്ല ആ മോൻ മരിച്ചത്. എന്തൊരു അവസ്ഥയാണല്ലേ ഇതൊന്നും. ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഞെട്ടുക വേണ്ടി വല്ലാത്തൊരു തരിപ്പാണ് തോന്നുന്നത്. ഈ പിള്ളേർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ ഇന്നും ന്യൂസുകളിലൊക്കെ വേറൊരു ചെറുക്കൻ മരിച്ചതായിട്ട് കണ്ടു. എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്, ഇതൊക്കെ ഓർത്തിട്ട് ലോകത്ത് ജീവിക്കാൻ തന്നെ പേടിയാണ് ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു ചിന്താഗതി. എന്തായാലും ന്യൂസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനാണ് പ്രതീക്ഷ. ഇല്ലില്ല, അങ്ങനെ ഒരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല. അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവർ കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അതിന് അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല. ഒരു റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് നോക്ക്, സഹോദരൻ്റെ വീട്ടിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അമ്മൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ. ഭയങ്കര വേദനാജനകമാണ്. അപ്പം ഓരോ ന്യൂസിലും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വ്യക്തതയില്ല എന്താണ് ഏതാണെന്നുള്ളതൊന്നും. ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ഓരോരോ ന്യൂസിലും പറയുന്നത്. അപ്പോൾ ആ ഉമ്മ ഇനിയിപ്പോൾ ആ ഇളയമോൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഓർക്കുമ്പോൾ എത്രമാത്രം വേദനിക്കില്ലേ. എന്താ പറയുക, ഒന്നും വാക്കുകളെ കിട്ടുന്നില്ല പറയാൻ പോലും. അത്രയ്ക്ക് വേദന തോന്നിക്കുന്ന ഓരോ ന്യൂസ് എടുത്ത് നോക്കുമ്പോഴൊക്കെ. ഇപ്പോൾ വന്നിട്ട് ആ പൊട്ടിക്കരയുന്ന ആ ഒരു രംഗവും ഇവിടെ വന്ന് അവരെയൊക്കെ ബന്ധുക്കാരെയൊക്കെ കാണുന്ന ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് എന്നൊക്കെ ഓർത്തിട്ട്. എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പല ന്യൂസിലും പലതും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. ഈ അമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മാല എടുത്ത് വെഞ്ഞാറുമൂട് ജംഗ്ഷനിലെത്തിയ അഫാൻ ഇവിടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങുന്നുണ്ട്. ഇത് അക്കൗണ്ടിലേക്കാണ് പണം ഇടുന്നത്. ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി, ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ്, ഈ അക്കൗണ്ട് വഴി ഏതാണ്ട് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കടബാധ തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ ഈ പോലീസ് ഒരു ജനറേഷൻ ഉണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വീട്ടുകാർ നമ്മളൊന്നും സമ്മതിക്കുന്നില്ല, നമ്മൾ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യമാണ് കേട്ടോ. അവർ പറയുന്നത് നീ അവരെ തട്ടിയിട്ട് വാടാ, അവർ പോയി പണി നോക്കാൻ പറ. അങ്ങനെയുള്ള ആ ഒരു വാക്കുകളാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ സംസാര രീതികൾ തന്നെ. അവർക്ക് ബന്ധം സ്വന്തം അങ്ങനെയുള്ള ആ ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെ വല്ല ഇതും ഇവനക്കുണ്ടോ, അവരുടെ ആ ഒരു ഇതിൻ്റെ പുറത്താണോ ഇവനിത് ചെയ്തത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ എന്തൊക്കെയോ സംശയങ്ങളും ദുരൂഹതയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. എന്നാണ് അഫാൻ പറയുന്നത്. അത് വലിയ കടമായിട്ട് മാറി. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത്. അഫാന്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി. 12 പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത്. പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു. ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു, മൊത്തം സ്റ്റക്കായി. ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അഫാൻ്റെ ഉമ്മ 65 ലക്ഷത്തോളം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 40,000 രൂപയാണ് ഇവൻ ആർക്കോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അഫാൻ ആർക്കോ അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ അയച്ചു കൊടുത്ത വ്യക്തി ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇവനക്ക് ഇത്രയ്ക്ക് മാത്രം കൂറുള്ളത് ആരാണ് എന്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് കുറേ കാര്യങ്ങൾ ഇതാക്കും. ഇവന് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അയാൾ 40 രൂപ കൊടുത്തത്. അപ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ 40 രൂപയില്ല 40,000 രൂപ
കൊടുത്തത്. അപ്പോൾ അത് ആർക്കാണ് കൊടുത്തത് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഈ ചെലവിന് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് ഈ 65 ലക്ഷം കടം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് നമ്മളും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ അവർ അപ്പോൾ എന്താണ് ജോലിക്കൊന്നും പോകുന്നില്ലേ, ജോലിയൊന്നും ഇല്ലേ, അച്ഛൻ സമ്പാദിക്കുന്നില്ല, ആ പൈസയൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ള പോലെ തോന്നുന്നത്. 65 ലക്ഷം കടമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താണ് ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു ഇത് സംഭവിച്ചതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കുറച്ച് ന്യൂസും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. കാർ ഒരു കക്ഷിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച്, അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ RC ബുക്ക് മാറ്റി കൊടുക്കുമായിരിക്കാം, അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ RC ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം. അങ്ങനെ 2.5 ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതുപോലെ പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു. ഈ കാറ് ഈ തന്തയ്ക്ക് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞ പ്രകാരം ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൽ 1 ലക്ഷം രൂപയെ ഈ ഫാദറിന് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെനിക്ക് ഈ 2 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി, ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. 2 ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണയം വെച്ചത്. എന്തോ എൻ്റെ ഫാദറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവനക്ക് കൊട്ടേഷനുമായിട്ട് വല്ല ബന്ധമുണ്ടോ, അതുപോലെ തന്നെ എന്താണ് ഇവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തിരിച്ച് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവരെ അടിച്ചു കൊന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മാത്രം ഇവനക്ക് എന്തെങ്കിലും പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടോ? പെട്ടെന്നൊരു ആൾ ഇതായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിളാണ്, സാധിക്കില്ല. അങ്ങനെ പെട്ടെന്ന് ഇതാണ് നോക്കിയൊരു കാര്യം ആയിരിക്കില്ല. ഇപ്പം ഇങ്ങനെ അടിച്ചടിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇവനക്ക് വേറെ എവിടെ നിന്നൊക്കെയോ ഇതിൻ്റെ ഇവൻ ഇത് പഠിച്ച് വെച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അല്ലാതെ ഇവൻ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ അവർ മരിച്ചു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത് എന്നൊക്കെ സത്യത്തിൽ ഇത് പറയണം. ഇവൻ പ്ലാനോടുകൂടിയാണ് ഇവൻ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഓരോ മൊഴി കൊടുക്കുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ആ ഒരു രീതിയിലുള്ള മൊഴികളാണ് ഇവൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊന്നും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തൊക്കെയൊക്കെയോ ദുരൂഹതകൾ മറിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉമ്മയും ഈ 2 മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അഫാൻ പറയുന്നത്, മൊഴിയിൽ പറയുന്നത്, അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി, ഈ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന്. അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവനെന്തോ കേസ് വഴിതിരിക്കാൻ വേണ്ടി നോക്കുമെന്ന് തോന്നുന്നു. കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അത് അതിലെല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊന്നതാണ്. അതിലെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെയൊക്കെ പൊരുത്തക്കേടുള്ളതായിട്ട് തോന്നുന്നു. എന്തായാലും കുറച്ച് ന്യൂസുകളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു. അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അത് മദ്യത്തിലാണോ കഴിച്ചത്, ഇയാൾ പറയുന്ന പോലെ പെപ്സിയിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അവൻ എലിവിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിഷത്തിൻ്റെ ഒരു ഇതും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവൻ വെൽ പ്ലാനഡ് ആയിരുന്നു. അവരെ കൊന്നിട്ട് ഇവനക്ക് സുഖിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയൊക്കെയോ ഇതുണ്ട്. ഇവൻ സൈക്കോ ആണോ, സൈക്കോൻ്റെ അപ്പുറത്തെ എന്തൊക്കെയൊക്കെയോ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ഫോട്ടോ നമുക്കൊരു ഇവനെ പറ്റി അടിച്ചൊരു ഫോട്ടോ മണ്ണന്തല, അത് 10 മണിക്ക് ശേഷം, അത് 2024 ഡിസംബറിലെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ കിളിമാനൂർ, അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ്. ആ പെൺകുട്ടിയായിട്ട് വരുന്നത് പിന്നെ 5 മണിക്ക് ശേഷമാണ്. ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് 500 രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പയ്യൻ്റെ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ പയ്യൻ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു മണ്ണന്തലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ ഈ പയ്യനുമായിട്ട് പോകുന്നില്ല, രാത്രി. പെൺകുട്ടിയിൽ മാത്രമാണ് 5 മണിക്ക് ശേഷമുള്ള രാത്രി കാലങ്ങളിൽ പോകുന്നു പറയുന്നുണ്ട്. പിന്നെ കാമുകിയായിട്ട് പോയിട്ടുണ്ട്, പിന്നെ അനിയനായിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ബാഗിനകത്ത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കണം. എന്തൊക്കെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് കേരള പോലീസ് തെളിയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇവൻ കറക്റ്റ്
മൊഴിയല്ല കൊടുക്കുന്നത്. ഇവൻ കേസ് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതായിട്ടാണ് തോന്നുന്നത്. ഇവൻ വേറെ എന്തൊക്കെയോ ഇവൻ ശരിക്കും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ്, പ്ലാനഡ് ആണ്. അല്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഇതാക്കിയിട്ട് എടുത്ത ഒരു തീരുമാനങ്ങളായിട്ടല്ല ഇവൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞു. അനിയൻ ഒറ്റപ്പെട്ടു പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് അനിയനെ കൊന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ വിഷം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയന് കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി അവനെ വിട്ടിട്ടുണ്ട്. അതുപോലെ ഫർസാന വന്ന സമയത്ത് ഫർസാനൊക്കെ എന്തോ കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് തലക്കടിച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ അനിയൻ കുഴിമന്തി വാങ്ങിക്കാൻ പോവുകയും ചെയ്തു. ഇവിടെ എലിവിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലിവിഷം കഴിച്ചിട്ട് അവൻ അപ്പോൾ അനിയൻ കുഴിമന്തി വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഇവൻ മരിക്കുന്നൊരു തോന്നലുണ്ടാവില്ലേ. അപ്പോൾ എന്തോ ഇതൊന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നു. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചുരുളഴിഞ്ഞ് പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഇതിലെന്തൊക്കെയൊക്കെയോ ദുരൂഹതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. അത് അധികം താമസിയാതെ തന്നെ പുറത്ത് വന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ആ ഓട്ടോ ഡ്രൈവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാട്ടോ. എൻ്റെ വണ്ടി കയറിയപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി എന്താണെന്ന് പറഞ്ഞാൽ പ്ലഗ് കംപ്ലൈൻ്റ് ആണ്, വണ്ടി സ്റ്റാർട്ട് ആണല്ലേട്ടാ, വർഷാപ്പ് വരെ പോകണം, ചന്തയുടെ വർഷാപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു പുതിയ വണ്ടിയുള്ള എഞ്ചിന് വാറൻറ്റി കൊള്ളാല്ലേ, ഇപ്പോൾ ലോക്കൽ വർഷാപ്പിൽ കാണിച്ചാൽ നിനക്ക് ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതില്ല ചേട്ടാ, ഇന്ന് എനിക്ക് അത്യാവശ്യമാണ്, വണ്ടി റെഡിയാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ചന്തയുടെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ എന്ന് വെച്ചപ്പോൾ അല്ല, എന്നെ പോലീസ് സ്റ്റേഷന് നേരെയുള്ള എൻട്രിച്ച് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അവിടെ ഒന്ന്. ഇവൻ ബൈക്കിൽ പോയിട്ടില്ല, ബൈക്കിൽ പോവാതെ ബൈക്കിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്, അത് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ പോയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആദ്യം ഇവൻ വിഷം കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ബൈക്കിൽ പോവുകയാണെങ്കിൽ വല്ല ഇതും സംഭവിക്കും, അതുകൊണ്ടായിരിക്കും ബൈക്കിൽ പോവാത്തതെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്തൊക്കെയൊക്കെയോ ഇവൻ നേരെ അപ്പോൾ ആ ഓട്ടോയിൽ പോയത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ല, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇതെന്തായാലും അഫാൻ പറഞ്ഞെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് അറിയുള്ളൂ, അല്ലെങ്കിൽ അഫാൻ്റെ ഉമ്മ കണ്ണ് തുറക്കണം. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ നോർമലായിട്ട് കുറേ കാര്യങ്ങൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഇതിലെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കുറച്ച് ന്യൂസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ായിരുന്നു അഫാൻ. അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരെ അനുകരിക്കുക അവന് ഇഷ്ടമുള്ള മേഖലയും. പ്രതികാരം ചെയ്യുന്ന നായകന്മാരായിരുന്നു അവന്റെ ഹീറോ. രക്തം ചിന്തിയ സിനിമകളും കൂട്ടക്കൊലകളുമൊക്കെ അവനെ സ്വാധീനിച്ചു. കടം കയറി മുങ്ങിയ കുടുംബം കൂട്ട ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കൂട്ടക്കൊലയ്ക്ക് അഫാന് പ്രേരകമായത്. അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിത സിനിമകൾ അവനെ സ്വാധീനിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപ്പോൾ മാർക്കോ സിനിമയായിട്ട് കൊട്ടിയതായിട്ട് തോന്നി. അങ്ങനെയുള്ള സിനിമകളും ഒരു പരിധിവരെ ഇവർക്കൊക്കെ ഇതാവുന്നുണ്ട്. പക്ഷേ ഞാനൊരു നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിനിമകളും കണ്ടിട്ട് ഓരോ പിള്ളേർ വഴിതെറ്റി പോകുന്ന ആ ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പം ലത്തീഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇവനെ ഉപദേശിക്കലും കാര്യങ്ങളും. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കാർ നമ്മളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ലത്തീഫ് ഉപദേശിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലത്തീഫിനെ കൊന്നത്. പക്ഷേ ലത്തീഫിൻ്റെ വൈഫിനെ എന്തിനാ കൊന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം വൈഫൊന്നും ചെയ്തിട്ടില്ല, അവനക്ക് സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലത്തീഫിൻ്റെ വൈഫിനെ എന്തിനാണ് കൊന്നതെന്നുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കൂ. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല, താൻ അങ്ങനെ കരുതിയല്ല പോയിരുന്നത്, അവരുടെ എനിക്ക് സ്നേഹമായിരുന്നു, അവരെ കൊലപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് പ്രതി അഫാൻ പറയുന്നുണ്ട്. പക്ഷേ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പുറത്തറിയുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സാജിദ ബീഗത്തെ കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് പ്രതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ പറയുന്നത് ഞാൻ ലത്തീഫിനെ കൊന്നത് പുറത്തറിയും, അപ്പോൾ ലത്തീഫിൻ്റെ വൈഫ് കണ്ടല്ലോ, അപ്പോൾ അവർ പുറത്ത് പറയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ കൊന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം കൊന്നിട്ട് നേരെ പോയത് എങ്ങോട്ടാണ്? പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ അത് അറിയണ്ട എങ്കിൽ ഇവന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവനെന്തോ നോർമലല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവനെന്തോ ഇവനക്ക് പ്രശ്നമുണ്ട്, ഇവൻ്റെ പുറകെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ്, വേറെ എന്തൊക്കെയോ ഇവന് ലക്ഷ്യമുണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത്. പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയത് എന്തിനാണ് ഏതാണ് എന്തൊക്കെയോ ഇവൻ്റെ വാക്കുകളിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയാണ്. എന്തൊക്കെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് കറക്റ്റായിട്ട് പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഇവന് ശരിക്കും നല്ല അടി കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ നിയമത്തിനെ പോലെ ചുമ്മാ കൊണ്ടിട്ട് തീറ്റ കൊടുത്ത് ഇതാക്കിയിട്ട് ഇട്ടിട്ട്
കാര്യമില്ല. ഇവന് ശരിക്കും നല്ല ആട്ടിൻ്റെ കുറവുണ്ട്, നല്ല ആടിൻ്റെ കുറവുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ ഇവൻ ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, മൊഴി മാറ്റി മാറ്റി പറയണം. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, ഏതാണ്, ഇവൻ്റെ പുറകിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പുറത്ത് വരികയുള്ളൂ. ഇവൻ ഇരുന്ന ഒന്നും ശരിയില്ല. ഇവൻ കേസ് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയൊക്കെയോ ആണ് വിളിച്ച് പറയുന്നത്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഇതിനൊരു വ്യക്തത വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള എന്താ പറയുക, നികൃഷ്ട ജീവികൾ ലോകത്തിന് ജീവിക്കാതിരിക്കട്ടെ. നിയമം ശക്തമാവണമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവന്മാർ ലോകത്ത് ഉണ്ടാവാതിരിക്കുള്ളൂ. ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഇവന്മാരിനൊക്കെ കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവന്മാരൊക്കെ വളർത്തി എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇവനക്ക് ഒന്നാമത്തെ പ്രചോദനം എന്ന് പറയാൻ, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ കാണാനും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിൻ്റെ കാര്യങ്ങളും തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് നടന്നു വരുന്നത്. അതിൽ 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.